ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തും മുന്നിലുമുള്ള കുന്നാണ് ഇടിഞ്ഞു വീണത്. പുലർച്ചെ മണ്ഡപം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കുന്നിടിഞ്ഞത് കണ്ടത്. ഇവരുമായി ആകാശ് ചേരുകയാണ്. ആകാശ്, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തിന് മുന്നിലുള്ള കുന്നാണ് ഇടിഞ്ഞു വീണിരിക്കുന്നതിന് മറ്റു വിവരങ്ങളും. തീർച്ചയായും കെ പി, അതായത് ഇന്ന് രാവിലെയാണ് ബലിമണ്ഡപത്തിന് സമീപത്തെ കുന്നിടിഞ്ഞ് വീഴുന്നിരിക്കുന്നത്. ഏതാണ്ട് 5:30 തന്നെ ഈ ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ, ഭക്തജനങ്ങൾ എത്താറുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ആണ് ഇത്തരത്തിലുള്ള കുന്നിടിച്ചിൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ തന്നെ ധാരാളം ആൾക്കാർ ഉണ്ടാകേണ്ട സ്ഥലത്ത് മഴയുടെ കാരണത്താൽ ആൾക്കാർ കുറവുള്ളതിനാൽ വൻ ദുരന്തം ഒഴിവായി. അതേസമയം വളരെ ദുർബലമായ പാറകളാണ് ഈ ഭാഗത്തുള്ളത്. എന്നാൽ ഇവിടെ നടക്കുന്ന സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഈ കുന്നുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ധാരാളമായി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഇടക്കാലത്ത് തന്നെ ഒരാഴ്ച മുൻപേയായി ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും കുന്നുകളിൽ നിന്നും മണ്ണ് ക്ഷേത്രത്തിന്റെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും മറ്റും നിർമ്മാണ പ്രവർത്തനത്തിലേക്കായി ഇവിടെ നിന്നും ഇടിച്ചു മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ബലിമണ്ഡപത്തിന്റെ സമീപത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഏതാണ്ട് 1 കോടിയോളം രൂപ ചിലവഴിച്ച ഒരു കെട്ടിടമുണ്ട്. അതിലേക്കുള്ള മണ്ണിടിച്ചിലും ഇതിന്റെ ഇത്തരത്തിലുള്ള ആപത്തുകൾ സൃഷ്ടിച്ചതിന് കാരണമായി പറയുന്നുണ്ട്. എന്നാൽ കോർപ്പറേഷനും മറ്റും രണ്ടാമത് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ട ശേഷം ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചുവരുകൾ കെട്ടി സംരക്ഷിക്കാമെന്ന തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അതിനിടയ്ക്കുള്ള ഈ ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായത്. കെ പി, ആകാശാണ് വിവരങ്ങൾ നൽകിയത്.